ഇത് ഇഞ്ചി പേസ്റ്റാണ്, ഇത് വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, എരിവ് അധികം ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. പിന്നെ ഇവിടെ സവാള ഇത്തിരി തിക്കായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് വഴറ്റാനുള്ളതാണ്, കറിയിലേക്ക് വഴറ്റി മട്ടൺ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി തിക്കായി അരിയാം. പിന്നെ ഇതിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് മട്ടൺ ബിരിയാണി ആയിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സും ഇത്തിരി അണിയൻ വറുത്തിട്ട് ഇടും. അതിനായിട്ടാണ് ഈ അണിയൻ വെച്ചിട്ടുള്ളത്. മട്ടൺ ഓൾറെഡി കുക്ക്ഡാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഓൾറെഡി കുക്ക്ഡ് മട്ടനാണ്. ഡീപ് ഫ്രൈസ് ചെയ്യാൻ പുറത്ത് കുറച്ച് നേരമായി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇത് മട്ടൺ മസാല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ലുലുന്ന് വാങ്ങിയതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എരിവ് കൂടുമോ അറിയുമോന്നൊന്നും ഒരു പിടിയില്ല. നന്നായി കുക്ക്ഡാവുണ്ട്. എല്ലും ഒക്കെ വിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും കുക്കാവണമെന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ചോറിനോട് ശരിക്കും അങ്ങോട്ട് ലയിച്ചോളൂ, ചോറും കൂടെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ. ഇത് ദമ്മിടാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ചോറും കൂടെ വെച്ചിട്ട് ഇതിൽ ദമ്മിടും. ഇത് അതുവരെ ഇതിരുന്ന് പാത്രത്തിൻ്റെ ചൂടിലും അടുപ്പിൻ്റെ ചൂടിലും കൂടെ ഇരുന്ന് വെന്തോളും. സ്ലോ കുക്കിംഗ്. 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ള ജീരകശാല അരി. ഇത് തന്നെയാണ് കൈമ അരി. 1 കപ്പ് അരി എടുത്താൽ ഇതുകൊണ്ട് 2 കപ്പ് വെള്ളം മാറ്റി വയ്ക്കണം, ചോറാവാൻ വേണ്ടിയിട്ട്. അതായത് അരി വേവാനുള്ള വെള്ളമാണ് 2 കപ്പ് വെള്ളം. അതിൽ ചില അരിക്ക് അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ആദ്യം ഒരു 1.5 കപ്പ് ഒഴിക്കുക. പിന്നെ വെള്ളം വേണോ വേണ്ടേന്ന് നോക്കിയിട്ട് കൂടുതൽ ഒഴിക്കുക. ചിലപ്പോൾ 2 കപ്പിനേക്കാളും കൂടുതലും എടുക്കും ചില അപൂർവമായിട്ട്. മിക്കവാറും 2 കപ്പ് വേണ്ടി വരില്ല. കുക്കറിലാണെങ്കിൽ 1.5 കപ്പോ 1.25 കപ്പൊക്കെ മതി കേട്ടോ. ഇതിൽ ചോറ് വേവിക്കുന്നതിൽ ഇത്തിരി ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാലല്ല കറുകാമ്പൂ, പിന്നെ പട്ട ഒക്കെ ചേർത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് മറിഞ്ഞ് ഒടിഞ്ഞ അരിയിട്ട് കൊടുക്കുക. ഈ സമയത്ത് അരി കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി അരിയിടാം. തീ നന്നായി കൂട്ടി വെച്ചിട്ടാണെങ്കിൽ വെള്ളം വേഗം വറ്റും. സാധാരണ മൽമി നെയ്യാണ് സാധാരണ ഉപയോഗിക്കാറ്. മട്ടൺ ആയതുകൊണ്ട് അധികം നെയ്യ് വേണ്ടി വരില്ല. വഴറ്റാനും ഞാൻ കുറച്ച് നെയ്യേ ഉപയോഗിക്കുള്ളൂ. ഇറച്ചിക്കറി മാറ്റി വെച്ചു. ഇനി ഇതിൽ ചോറിട്ടിട്ട് ഉണ്ട്. ഇറച്ചി കുറച്ച് താഴെ ഉണ്ട്, ഇറച്ചിക്കറി, പിന്നെ ചോറിട്ടുണ്ട്. ഇനി ചോറ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഈ മാറ്റി വെച്ച ഇറച്ചിക്കറിയും കൂടെ ഇടും. എന്നിട്ട് കുറച്ചും കൂടെ ചോറ് പരത്തി. ഇറച്ചി വേവിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ഇത്തിരി തൈരും കൂടെ ചേർക്കും, നന്നായി വേവാൻ വേണ്ടിയിട്ട്. ഞാനിത് കുക്കർ ഒരു 7 പ്രാവശ്യം വിസിലടിപ്പിച്ചതാണ്. അപ്പോൾ തന്നെ ഇറച്ചി വെന്തുണ്ട്. പിന്നെ ഞാൻ തക്കാളിയാവും യൂസ് ചെയ്യാറ് തൈരിന് പകരം. തൈര് കഴിക്കുന്ന നേരത്ത് മാത്രമാണ് കച്ചമ്പറായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ആട്ട് ബിരിയാണി. സാധാരണ ചോറ് വെന്ത് കഴിഞ്ഞാൽ ഒരിത്തിരി വാനില എസൻസ് പാലിൽ കലക്കി ഒഴിക്കും.